സ്റ്റാർട്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ് കേട്ടോ ഹോം ടൂറിലേക്ക്. ഇതേ കണ്ടില്ലേ, സാരി ഉടുത്ത് കണ്ടപ്പോഴേ വിചാരിച്ചിട്ടുണ്ടാവില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സാരിയൊക്കെ ഉടുത്തൊരു ഹോം ടൂർ ചെയ്യണമെന്ന്. ഈ വഴിയാണ് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. പക്ഷേ എൻട്രൻസ് ഇവിടെ അല്ല. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇത് സെക്യൂരിറ്റിയുടെ ആണ്. അപ്പൊ നമ്മൾ കാർ പാർക്കിങ്ങിനൊക്കെ നേരെ ഈ വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കാർ പാർക്കിംഗ് ഒക്കെ. ഇനി ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ ഫുൾ മരങ്ങളും ചെടികളൊക്കെ ഒന്ന് കണ്ട് ഇടയ്ക്ക് എന്തോ സംസാരിച്ച് തെറ്റിപ്പോയി. അപ്പൊ ഇതിപ്പോൾ ഹോം ടൂർ ആണെങ്കിലും നമ്മൾക്ക് അപ്പാർട്ട്മെൻറ്റും ഒന്ന് കണ്ടിട്ട് അതിന് ശേഷം വീട്ടിലോട്ട് പോവാട്ടോ. വീട്ടിൽ പോയാൽ അപ്പോൾ അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുല്ലൊക്കെ ചെത്തി ഒരുവിധം സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ. ഒരു മാസം മുന്നേ ഒക്കെ ഭയങ്കര പുല്ലൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. അവരതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ കണ്ടില്ല ഒരു റെഡ് പോട്ട് കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് കേട്ടോ. ആരുമില്ല, വാതിലൊക്കെ അടച്ച് ഞങ്ങൾ എല്ലാവരും വെളിയിൽ വന്നിരിക്കല്ലേ. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ എൻ്റെ ഗാർഡൻ കാണാൻ പറ്റും. തോർത്തൊക്കെ ഇട്ടിട്ടേ എൻ്റെ ഗാർഡൻ കാണുന്നുണ്ടോ? തുണികളൊന്നും സെറ്റാക്കി ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ ഇതാണ് എൻ്റെ വീട്. ഈ സമയമാകുമ്പോഴും എല്ലാവരും വാക്കിങ്ങിന് ഇറങ്ങും കേട്ടോ. കാരണം ഒരു 4:30-5 മണി ആ സമയത്തൊക്കെയാണല്ലോ നടക്കാൻ ഇറങ്ങുന്നതും ഒക്കെ. അതേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം, ഇപ്പൊ ന്യൂ ഇയർ എന്തെങ്കിലുമൊക്കെ അപ്പാർട്ട്മെന്റിൽ പരിപാടി ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് പരിപാടികളൊക്കെ വെക്കാറുള്ളത്. ഈ ഭാഗത്ത് സ്റ്റേജ് വരും. ഇവിടെയൊക്കെ ചെയർ ഇട്ട് കഴിഞ്ഞാൽ ഈ സൈക്കിൾ നിൽക്കുന്ന അവിടെ ആയിരിക്കും സ്റ്റേജ്. പിന്നെ ഫുള്ള് ഇവിടെ ചെയറൊക്കെ ഇട്ട് അടിപൊളി പരിപാടികളായിരിക്കട്ടെ. എപ്പോഴും ഇവിടെയാണ്. ഈ വഴി പാർക്കാണേ. ആദി ഇവിടെ ഒരു പാർക്കുണ്ട്, ആ സൈഡ് ഒരു പാർക്കുണ്ട് കേട്ടോ. ഇത് നല്ല കാറ്റ്. നമ്മൾക്ക് എക്സസൈസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാലോ. ഇവിടെ ഓപ്പൺ ജിമ്മാണ്. ഞാൻ ചില സമയത്ത് വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാട്ടാ. വാ. ഞാന് ഫ്ലവർ വേസിൽ ഇത് എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ. ഈ സാധനം ഇത് ഞാനൊരു കുറേ ഇത്രയും പറിച്ചിട്ട് പോവും. ഒരു 2 വീക്സ് ഒക്കെ നിൽക്കും. അത് നല്ല ഭംഗിയല്ലേ, അങ്ങനെ വെക്കാറുണ്ട്. ഞാൻ ആകപ്പാടെ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇത് ഓപ്പൺ ജിമ്മാണല്ലോ. അപ്പൊ ഇവിടെ വന്നാല് ഇത് മാത്രമേ ഞാൻ ചെയ്യൂലേ. ജിമ്മുണ്ട് കേട്ടോ, അപ്പുറത്ത് ജിമ്മുണ്ട്. കാണിച്ചു തരാം. അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട് നമ്മള്. ഇവിടെ ഈ അപ്പാർട്ട്മെന്റിൽ ഒരു 500 ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്ത പാർക്കിൽ എത്തിയിട്ട് അതെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഞാൻ കുറേ റീൽസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇവിടെ ഇരുന്നിട്ടും ഇതിന്റെ ഉള്ളിൽ നിന്നും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഒരു വീട് പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നിന്നൊക്കെ കുറെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആദി, ഓർമ്മയില്ലേ? ഇതെവിടെയൊക്കെ ചെടികളുണ്ട് കേട്ടോ നിറയെ. ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തെച്ചിയുണ്ട്, പിന്നെ മുല്ലച്ചെടികളും കുറേ ചെടികൾ, പിന്നെ മെഡിസിൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ആ സൈഡ്. ഇത് സെക്കൻഡ് ഗേറ്റ് ആണ് കേട്ടോ. നമ്മള് ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞത് ആ സൈഡ്. ഇത് അതിന്റെ നേരെ ബാക്ക് സൈഡ് ആണ്. ഈ സ്കൂളിലാണ് കേട്ടോ ആദ്യം പഠിക്കുന്നത്, BVM ഗ്ലോബൽ. ഒന്നുമില്ല, അവള് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഭക്ഷണം കഴിക്കും. എത്ര സമയം കഴിക്കാനും കുഴപ്പമില്ല, ഓടി പാഞ്ഞു വരും, നേരെ കേറില്ലേ, അത്രേ ഉള്ളൂ. നമ്മൾക്ക് അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയാണല്ലോ. പിന്നെ ഇത് റോഡാണ്, മെയിൻ റോഡാണേ. അപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല.
ഞങ്ങള് phase 2 ആണ്. അപ്പൊ നമ്മളിനി കുറച്ചുകൂടെ ചെടികൾ കാണാം. അതേ ഇത് തന്നെയുണ്ടോ സ്കൂള്? നമ്മൾ ആ സെക്കൻഡ് ഗേറ്റിന് ഉള്ളിലോട്ട് വന്നതാണ്. ഇതാണ് സ്കൂള്. ഇപ്പൊ നമ്മള് ഇങ്ങനെ സ്ട്രെയിറ്റ് പോയാലും നമ്മുടെ മെയിൻ ഗേറ്റ് എത്തും. നമ്മൾക്ക് വേണ്ട നമ്മൾക്ക് ഈ വഴി പോവാം. സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടില്ലേ? ഈ ഒരു ചെടി കണ്ടോ, ഇത് റെയിൻ ലില്ലി അങ്ങനെ എന്തോ ആണ് പേര് തോന്നുന്നു കേട്ടോ. മഴക്കാലത്ത് എന്തോ വരുന്ന ചെടിയാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാനത് വെച്ചിട്ടൊന്നുമില്ല വീട്ടിൽ. പിന്നെ ശംഖുപുഷ്പമൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എപ്പോഴും നടക്കാൻ വരുമ്പോൾ ഇവിടെ കുറേ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. ഡെയിലി രാവിലെ കുടിക്കുമായിരുന്നേ. ഇപ്പൊ അതൊക്കെ പറിച്ചു കളഞ്ഞിരിക്കുന്നവര്. മുല്ലച്ചെടി കണ്ടോ? ഇതേ ഇവിടുത്തെ 10 മണിയാണ് മൊത്തം ഞാൻ പറിച്ചിട്ട് കൊണ്ടുപോയത്. ഇവിടെ ഫുള്ള് 10 മണിയാണ്. ഇതെല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഫൗണ്ടൻ. പക്ഷെ ഇതിപ്പോ വർക്ക് ആവുന്ന ഓഫ് ചെയ്ത് വെച്ചിരിക്കണോന്ന് അല്ലേ? വെള്ളം നിറച്ചിട്ടില്ല. കുറെ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അവര് ഒന്നും ചെയ്യുന്നില്ല തോന്നും. അപ്പൊ ഈ ഭാഗത്ത് നിന്നും ഫോട്ടോസ് ഒക്കെ എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. ലാദി ഇവിടെയൊക്കെ ഫുൾ മെഡിസിൻ പ്ലാന്റ്സ് ആണേ. ഞാന് നമ്മുടെ പനിക്കൂർക്ക കാണിച്ചു തന്നായിരുന്നില്ലേ ഷോർട്സില്? ഇവിടെ നിന്നാണ് ഓരോന്നും കട്ട് ചെയ്ത് കൊണ്ടുപോയത്. പനിക്കൂർക്ക നിറയെ എനിക്ക് തോന്നുന്നു ചൂട് കാരണം തോന്നുന്നു കുറെ എണ്ണം ഇവിടെ ഫുള്ള് ഉണ്ടായിരുന്നേ. ചൂട് കാരണം എല്ലാം കുറഞ്ഞു പോയിരിക്കണു. ഇല്ലേ, അത്രയ്ക്ക് ചൂടാണ്. ഇവിടെ കൊറേ പൂച്ചകളുണ്ട് കേട്ടോ. കൊറേ പൂച്ചകളുണ്ട്. കൊറേന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് ഭയങ്കര പേടിയാണ്. കുട്ടികളൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പൂച്ചകൾക്ക് അങ്ങനെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ശരിക്കും മനുഷ്യന്മാരെ കാണുമ്പോൾ അവർക്ക് പേടിയില്ല അല്ലേ? നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ കൂടെ വരും. ഒട്ടും പേടിയില്ല, കാരണം എപ്പോഴും ഫുഡും കാര്യങ്ങളും കൊടുക്കുകയല്ലേ. അപ്പൊ അവര് സ്നേഹത്തോടെ അടുത്ത് വരുവാണേ. ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ് അപ്പാർട്ട്മെന്റ് ടൂർ ആയില്ലേ. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാട്ടോ. നമ്മുടെ ഗ്രീ ബ്ലോക്ക് ആണ് കേട്ടോ. നമുക്ക് ഫ്ലാറ്റിലോട്ട് പോകാം. വെൽക്കം. ഓക്കെ. ലാസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ്. പോവാല്ലേ? വെൽക്കം ഹോം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ്. ഇത്ര നേരം നമ്മള് അപ്പാർട്ട്മെന്റ് മൊത്തം വലിയ കഥകളായിരുന്നു. കേറി വരുമ്പോ ഈ സ്റ്റിക്കർ കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചാണ്. എന്നിട്ട് ഇപ്രാവശ്യം പെയിന്റ് ചെയ്യുന്ന സമയത്ത് അവരിത് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. ഇതിന്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് പെയിന്റ് ചെയ്ത് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി. ഇത് ഏട്ടന് പ്രത്യേകം എന്താണ് പറഞ്ഞോളൂ ഇതിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. മൈക്കിൾ ജോർഡൻ. ഞാൻ വലിയ മൈക്കിൾ ജോർഡൻ ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു മൈക്കിൾ ജോർഡൻ ഒരു ഫോട്ടോയും പിന്നെ ബാസ്കറ്റ്ബോളും അച്ഛനെ കാണിക്കൂ. എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറയാൻ അച്ഛനെ കാണിക്കൂ. ഞാൻ വലിയ മൈക്കിൾ ജോർഡന്റെ ഫാനാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ ആദ്യത്തെ സാമി റൂമാണ് കേട്ടോ. നേരെ സാമി റൂമാണ്. സാമി റൂം പറയുന്നത് പൂജാമുറി കേട്ടോ. ഞാൻ എപ്പോഴും സാമി റൂം എന്നാ പറയാറുണ്ട്. പൂജാമുറി. പിന്നെ ഇവിടെ ഏട്ടൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും, ഹാളിന് വർക്ക് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെയാണ് വർക്ക് ചെയ്യാനുള്ള സെറ്റ് ആക്കിയിരിക്കുന്നത്. ഇത് എന്റെ പഴയ പൂജാമുറിയുടെ ഇതായിരുന്നു. പുതിയത് സെറ്റ് ആക്കിയപ്പോഴും അത്യാവശ്യം അതിൽ കുറച്ച് രാമായണ ബുക്ക് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പൂജ ഐറ്റംസ് ഒക്കെ ഇവിടെ വിളക്ക് വയ്ക്കും. പിന്നെ വാർഡ്രോബ്സ് നോക്കുമ്പോൾ ഫുള്ള് ബുക്സ് വെച്ച് അലമ്പാക്കിയിട്ടുണ്ട്. കുറേ ബുക്സാണ്, മൊത്തം ബുക്സും കാര്യങ്ങളാണ് ഇവിടെ. യൂണിഫോം കാര്യങ്ങൾ. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത്
പൂജാമുറി കഴിഞ്ഞാൽ ഇതേ കോമൺ ടോയ്ലറ്റ് ആണ് കേട്ടോ. ടോയ്ലറ്റ് കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ആദ്യത്തെ സ്ഥിരം മിറർ സെൽഫി സ്ഥലമാണ്. എന്റെ മിറർ സെൽഫി ഇവിടെ പിന്നെ ഇത് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. ഇത് നട്ടുന്നുണ്ട്. മീഷോ ആണോ അല്ല ഷോപ്സി ആണോ കേട്ടോ. ഷോപ്സിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു 1 month. അപ്പോൾ നല്ല വില കുറവിൽ കിട്ടിയതാണ് കേട്ടോ. ഇതുപോലെ വേറെ ഉണ്ട്, കിച്ചണിലുണ്ട്. അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ. പിന്നെ അതെ ഇവിടെ കുറച്ചൊക്കെ ഇവിടെ മണി പ്ലാന്റ് ഒക്കെ വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മണി പ്ലാന്റ് ആ ഷോർട്സിൽ പറഞ്ഞതാണ് കേട്ടോ. ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴല്ലേ കുറച്ച് ഹാങ് ആയി നിൽക്കുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ട്രിപ്പ് ചെയ്യുമ്പോൾ വാങ്ങിച്ചതാണ്. ഇതേ കംബോഡിയ ഒക്കെ വിയറ്റ്നാം ഒക്കെ ചേട്ടൻ പോയതാണ്. പിന്നെ മലേഷ്യ പോയപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ മേടിക്കുന്നതാണ് കേട്ടോ. ദുബായ് പോയപ്പോൾ രണ്ടിലേക്ക് കാണുന്നുണ്ടോ. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ പോകുമ്പോൾ മേടിച്ച് വെക്കണമല്ലോ. അതിൻ്റെ ആയിരുന്നു ട്വിൻ ടവറിലെ എല്ലാം. അടുത്തതാണ് പറ ഞങ്ങളുടെ റൂം. എൻ്റെ മിഞ്ഞൻ്റെ ഞാൻ പറയാം. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം കേട്ടോ. ബാഡി ഗേൾസ് അടുത്താണ് ഇവിടെ. അപ്പൊ ഇവിടെ വന്നോണ്ട് ലൈറ്റ് കാണട്ടെ. ഇപ്പൊ ഓഫ് ചെയ്. കുറച്ച് നമുക്ക് ലൈറ്റ് കാണിച്ചിട്ട് നമ്മുടെ അതെ ഇങ്ങോട്ട് ഇത് കാണിക്കൂ. ഇതാണ് ഇവിടെ ഒരു ഷെൽഫ്. ഞങ്ങളുടെ ബുക്സ് ഇവിടുത്തെ റൂമിന്റെ കാര്യം അമ്മ പറയണ്ട, അവള് തന്നെ പറയാന്ന് പറഞ്ഞിട്ട് അറിയായിരുന്നു. അതെ. പിന്നെ മണി പ്ലാന്റ്. പിന്നെ എന്റെ ബെസ്റ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ഒക്കെ. അതെ ആകട്ടെ. ബെസ്റ്റീസ് അവളുടെ ബെസ്റ്റീസ് ഒക്കെയാണ്. പിന്നെ നമ്മളെ നാട്ടില് പൂരത്തിന് എവിടെയോ പോയപ്പോ മേടിച്ച ഗ്ലാസ് അല്ലേ ഇത്. അത് അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊടൈക്കനാലാണല്ലേ. പിന്നെ ഇവിടെ ക്രോഷേ സാധനങ്ങളുണ്ട്. മിന്നൂടെ ക്രോഷേ കാണിച്ചു കൊടുക്കൂ. കുട്ടി ക്രോഷേ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൃഷ്ണ വിഗ്രഹത്തിന് വെക്കാനായിട്ടും കൂടെ അവള് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിക്കും മോളെ, എന്തൊക്കെയാ ഉണ്ടാക്കി കാണിച്ചു കൊടുക്ക്. ഗ്രാനി സ്ക്വയർസ് ഉണ്ടോ കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമുണ്ടല്. ഒട്ടും സമയമില്ല, സ്കൂള് ട്യൂഷൻ ടൈമില്ല. എന്നാലും അവള് ഫ്രീ ടൈമിലൊക്കെ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. ഇത് കണ്ടോ, കുഞ്ഞു കുട്ടികളുടെ തൊപ്പി. നമ്മൾ ഈ പണ്ടൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഉണ്ട് അല്ലേ. ഇതൊരു പൗച്ച് മതി. അതെ. ഇതൊക്കെയാണ് അവരുടെ കലാപരിപാടികൾ. ബെഡ്റൂമിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്, കുഞ്ഞുകുട്ടി അല്ലേ. ഇവിടെ നെക്സ്റ്റ് വാൾ സ്റ്റിക്കേഴ്സ് പിന്നെ നെക്സ്റ്റ് ഇവിടെയും കുറച്ച് പോസ്റ്റേഴ്സ് ലൈറ്റ് ഇട്ട് പിന്നോ. ഇവിടെ കുറച്ച് പോസ്റ്റേഴ്സ്. പിന്നെ ഇതാണ് സ്റ്റഡി ടേബിൾ കേട്ടോ. എസ്തറ്റിക്. ഇവിടേക്കാണ് മിന്നുൻ്റെ കലാപരിപാടികൾ. ഫ്രീ ടൈമിലൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇത് ഇന്ന് ചെയ്താണോ മിന്നു? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവള്. എന്തെങ്കിലുമൊക്കെ വരയ്ക്കും, ഉണ്ടാക്കും അല്ലേ. ഇവിടെയാണ് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ മൊത്തത്തിൽ. ഈ ഒരു ഹെയർ ബാൻഡ് സെറ്റ് ഒരു 10 വർഷമായിട്ട് മിന്നു ചെറിയ കുട്ടി ആയ അന്ന് മുതലുള്ള ഹെയർ ബാൻഡിന്റെ കളക്ഷൻസ് ആണ് അല്ലേ. ഇതൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഓരോ പ്രാവശ്യം അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ടല്ലേ. ഇതൊന്നും വേണ്ട. ഇത് വെറുതെ വെക്കും. മിന്നു നല്ല ഭംഗിയല്ലേ. ഇതൊന്നും ഇഷ്ടമല്ല. വെറുതെ വാങ്ങിച്ചൊരു ഭംഗിക്ക് എടുത്ത് വെക്കണം. ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഈ സൈഡ് അടയ്ക്ക്, ക്ലോസ്. ഈ സൈഡ് ഡ്രസ്സൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹോം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാം വലിച്ചു വാരി അലങ്കോലം ഇരിക്കുന്നത് മൊത്തത്തിൽ അല്ലേ മിന്നു. അത് പറഞ്ഞപ്പോൾ എന്താ ശരി. ഇനി ലിവിങ് റൂം കേട്ടോ. ഇവിടെ നമ്മളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, റബ്ബർ പ്ലാന്റ്. പിന്നെ ഇതൊക്കെ നമ്മൾ പെയിന്റ് അടി കഴിഞ്ഞപ്പോൾ സ്റ്റിക്ക് ഇതാണ് വാങ്ങിച്ചത്. അതെ, ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഈ ഫോട്ടോ ഞാനും ചേട്ടനും കൂടിയുള്ള ഒരു അടിപൊളി ലുക്കിലുള്ള ഫോട്ടോ ആണല്ലേ. സാരിയിൽ എടുക്കുമ്പോൾ വിചാരിച്ചു ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെച്ചതാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വൈഫൈ ലാൻഡ് ലൈൻ അതിൻ്റെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇവിടെയും കുറച്ച് സ്പൈഡർ പ്ലാന്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. TV. പിന്നെ
നമ്മുടെ സ്വാമി റൂം ഇപ്പോൾ പൂജാമുറി ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്നതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരയ്ക്ക് ഞാൻ ഈ കൃഷ്ണനെയായിരുന്നു കേട്ടോ പൂജാമുറി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വന്നപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി ഒഴിവാക്കിയതല്ല. അപ്പോൾ ഹാളിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. ഇത് മിന്നു ചെയ്താണല്ലേ കാണിക്കുന്നില്ല. കൃഷ്ണനെ എടുത്ത് ഇത് മിന്നു ചെയ്തതാണ് കേട്ടോ. കൃഷ്ണനെ വെക്കാനായിട്ട് അവളുടെ ക്രഷ് അങ്ങനെ ചെയ്തതാണ്. അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ ഇതുവരെയൊക്കെ ഈ കൃഷ്ണനെയാണല്ലോ പൂജിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എപ്പോഴും ഇവിടെ പൂ വെച്ചിട്ട് ഒരു പൂ എന്തായാലും വെക്കും കേട്ടോ. പൂജാമുറിയിൽ വെക്കും, അതിന്റെ കൂട്ടത്തിൽ ഇവിടെയും വെക്കാറുണ്ട്. കുറെ നടന്നല്ലേ സോഫ ചെയർ. ഇത് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഈ ചെയറും ഈ സോഫയൊക്കെ അവിടെ വാങ്ങിച്ചാൽ കുറച്ച് ഒരു വർഷമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് ഹാള് സ്പേസ് കുറച്ച് കമ്മിയായി കാരണം ഇവിടെ ചെടികളും വെക്കണം. അപ്പോൾ ഇതിൻ്റെ വലിയ സെറ്റ് വാങ്ങിച്ചാൽ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പീസ് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഈ ചെടിയായിരുന്നു കുറച്ച് നേരത്തെ പറഞ്ഞത്. ഞാൻ എപ്പോഴും കൊണ്ട് വെക്കുന്നു പറഞ്ഞില്ലേ, ഇത് ഇറട്ടോ. അത് നമ്മൾ ഈ വെള്ള ഫ്ലവർ വേസിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിങ്ങനെ വെക്കും. പിന്നെ ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. 2 ദിവസം മുന്നേ ഷോർട്സിൽ പറഞ്ഞതല്ലേ നമ്മുടെ ഗാർഡൻ അങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ പരിപാടികൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്, കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല. ഇങ്ങോട്ട് തന്നെ വരാം. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. മണി പ്ലാന്റ് ഉണ്ട്, ഫ്രൂട്ട്സ് അങ്ങനെ. പക്ഷെ എന്നാലും ഇവിടെ ഇരുന്ന് ആരും കഴിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ഒക്കെ TV കൊണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കും. ഇവിടെ ഇപ്പോൾ സത്യം പറയുന്ന സമയമില്ല. ചില സമയത്ത് ചേട്ടൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാറുള്ളതൊക്കെ. ഇവിടെ ചെറിയൊരു ടേബിളാണ്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ല. എന്നാലും ഇവർ കുട്ടികളുടെ വാട്ടർ ബോട്ടിലോ ലഞ്ച് ബാഗോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക തൈര് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ പക്ഷേ വെള്ളം എന്തായാലും കുടിക്കും. ഇതിലെപ്പോഴും വെള്ളം കുടിക്കും കേട്ടോ. നല്ല ചൂടാണെങ്കിലും ഇതിൽ വെള്ളം കുറച്ച് തണുപ്പ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഏതാ അടുത്തത്? പിന്നെ ഇത് ഇവിടെ ക്രോക്കറി യൂണിറ്റാണ്. ഇവിടെ അത്യാവശ്യം ഗ്ലാസും ചെറുതാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഒക്കെ കുറ്റി നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാം ആവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം. ഇത് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പാത്രം 50 രൂപയാണ്. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പ്ലേസും കാര്യങ്ങളും. ഇനി അടുത്തത് മാസ്റ്റർ ബെഡ്. ഇതാണ് ഇവിടെ കൊണ്ടുവച്ചിട്ട് കയറുമ്പോഴും TV ഇവിടെ കുറേ സംഭവങ്ങൾ വെച്ച് നിറച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റും ബുദ്ധി കുട്ടന്മാരും അതും പിന്നെ ആതിര ഫോട്ടോ ആണേ. ആദ്യക്ക് ഗുരുവായൂർ നമ്മൾ ചോറ് കൊടുക്കാൻ പോകുമ്പോൾ എടുത്തതാണ് കേട്ടത്. പിന്നെ ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഊട്ടിയിൽ പോയ സമയത്ത് എടുത്തതാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെയോ ബാറ്റും കൊതുകിൻ്റെ ബാറ്റൊക്കെ ഉണ്ട്. അത് എൻ്റെ പുതിയ ചെരുപ്പാണ് കേട്ടോ. യൂസ് ചെയ്തിട്ടില്ല. എല്ലാം കാണിക്കും പുതിയ കാണിക്കാമല്ലോ. പുതിയ ചെരുപ്പാണ് കേട്ടോ, ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുന്നേ മേടിച്ചതാണേ. നന്നായിട്ടില്ലേ കളറ് മിന്നു? അടിപൊളി ചെരുപ്പാണ് കേട്ടോ. നമ്മള് എവിടെ മാളിൽ നിന്ന് എടുത്താണ്, ഫിനിക്സ് മാളിൽ നിന്ന് എടുത്താണ് ലൈഫ് സ്റ്റൈലിന്. പിന്നെ വാർഡ്രോബ്സ് ഫുള്ള് എൻ്റെ ഇത് തുറക്കണം. സാരിയുടെയൊക്കെ സെക്ഷൻ തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണേ മൊത്തം. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പോയാലും മൊത്തം വലിച്ചു വാരിയിടും ഞാൻ. ഫുള്ള് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. പിന്നെ ഈ സൈഡ് എൻ്റെ സാരീസാണ് മൊത്തം. ഇനി സാരിയുടെ ഞാനൊരു ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇല്ല, കുറച്ച് ദിവസം കഴിയട്ടെ. നമ്മുടെ സാരികൾ മൊത്തം
ഇതൊക്കെ സിമ്പിൾ സാരീസാണ് കേട്ടോ. സൈഡൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സെറ്റും കൊണ്ട് മൊത്തം ഈ സൈഡാണ് വെച്ചിരിക്കുന്നത്. അവിടെ സിമ്പിൾ സാരീസും അത്യാവശ്യം കോട്ടൺ സാരീസ് അങ്ങനെയൊക്കെ. സെറ്റും കൊണ്ടൊക്കെ ഈ ഒരു ഭാഗത്തും അപ്പുറത്തും ഉണ്ട് കേട്ടോ. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ആ സൈഡും ഉണ്ട് സെറ്റും കൊണ്ടുകൾ. പിന്നെ ഏട്ടൻ്റെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ ക്രീംസും കാര്യങ്ങളും നെയിൽ പോളിഷൊക്കെയാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഇമ്പോർട്ടൻറ്റ് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്. നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സൺസ്ക്രീൻ, കോമ്പാക്റ്റ്, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്. ഇത് എൻ്റെ ഫുള്ള് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത്രയൊക്കെ ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇത് തന്നെ വേണം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത്ര ഉണ്ടെങ്കിലും ഇത് തന്നെ വേണം കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിച്ചതാണേ. ചീക്കി ഷൈൻ കേട്ടോ. നല്ല ഭംഗിയാണിത്. കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. നല്ല രസമാണ്. ഞാനിത് എപ്പോഴും ഈ 2 ചീക്സിൽ ഇടാറുണ്ട്. കുറേ നേരം ഒരു 1 hour കഴിഞ്ഞ് നോക്കുമ്പോൾ ഫേസ് നല്ല ഒരു ഗ്ലോസി ആയിട്ട് നിൽക്കാറുണ്ട്. പിന്നെ അടുത്തത് എന്താ? പിന്നെ വേറെ കാര്യം കാണിച്ചിരുന്നില്ല. ഇതാണ് കേട്ടോ എൻ്റെ വള കാര്യങ്ങളൊക്കെ. വള, കമ്മൽ. നമുക്ക് പിന്നെ നമ്മൾ ഈ റീൽസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും സാരിയിലൊക്കെ റീൽസ് ചെയ്യുമ്പോൾ എന്തായാലും മാച്ചിന് വളകൾ വേണമല്ലോ. അപ്പോൾ പിന്നെ വളകൾ വെക്കാൻ എനിക്ക് ഒട്ടും സ്ഥലം ഉണ്ടാവില്ല. ഞാനിത് മീഷോന്ന് ഓർഡർ ചെയ്താണ് ഈ സ്റ്റാൻഡ് വളയുടെ. അപ്പോൾ വളകൾ, കമ്മൽ രണ്ടും മീഷോന്ന് മേടിച്ചാണ് കേട്ടത്. ഇതിപ്പോൾ അത്യാവശ്യം ഇത്രേ വെച്ചിട്ടുള്ളൂ. ഇനി വേറെ സ്ഥലമില്ലാണ്ട് സ്റ്റെഡും കുറച്ചുകൂടെ കമ്മലുകളൊക്കെ വേറെ ബോക്സ് കിട്ടി വെച്ചിട്ടുണ്ട്. നല്ല റിംഗ്ലേക്ക്. പിന്നെ വേറെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ കുറേ പഴയതാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ കല്യാണത്തിന് മുന്നേ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്താണ് കേട്ടോ. പെണ്ണ് കാണാൻ കാണിക്കില്ല, എനിക്ക് മടിയാണത് കാണിക്കുമ്പോൾ കോല കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെണ്ണ് കാണുന്ന ആ ടൈമിൽ ഫോട്ടോ എടുത്ത് വെച്ചാണ്. നന്നല്ലാത്ത ഫോട്ടോ ആയതുകൊണ്ട് ഞാനതിങ്ങനെ മറച്ച് വെക്കാറുണ്ട്. വേറെ കാണിക്കും, മറച്ച് വെക്കുന്നത് കാണിക്കും. ഇങ്ങനെ മറച്ച് വെക്കുന്നത് കാണിക്കും. അപ്പോൾ ഇത് ഗുരുവായൂർ പോയ സമയത്ത് കുറേ 2 പേരും കുഞ്ഞിക്കുട്ടികളാണ് കേട്ടോ സമയത്ത് എടുത്തതാണ്. പിന്നെ രാവിലെ എണീറ്റ് ഇവിടെ തുറന്നത്. രാവിലെ എണീറ്റ് ഉടനെ തുറക്കും കേട്ടോ. നല്ല കാറ്റായിരിക്കും. ഞാനൊരു ഉച്ച വരെ ഈ ഡോറ് തുറന്നിട്ടാണ് ഇടാറുണ്ട്. ഇവിടെ ഫുള്ള് ബോഗൻവില്ലയാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ കുട്ടികളൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഇവിടെ പാർക്കിൽ വന്നിരുന്ന് കളിക്കും. നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്തതെന്നില്ല പറഞ്ഞില്ലേ. സ്റ്റേജൊക്കെ കെട്ടി പ്രോഗ്രാമൊക്കെ ഇവിടെയാണെന്ന് പറഞ്ഞില്ലേ. ഇവിടെയാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ചെടികളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചേ ഉള്ളൂ. അത്യാവശ്യം വളർന്നു വരുന്നുണ്ട്. പൂക്കളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം മെഡിസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. പിന്നെ ബാത്റൂമാണ്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളൊന്നും കാണിക്കണം. പിന്നെന്താ, നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കര ചൂടാണ്. എനിക്ക് വീഡിയോ ചെയ്യുമ്പോഴേ ചൂടുണ്ട്. ഇനി നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭംഗി. അപ്പം കയറുമ്പോൾ തന്നെ ഫ്രിഡ്ജാണ്. ഇത് ഫ്രിഡ്ജിൻ്റെ സൈഡാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്പേസ്. അപ്പോൾ കറക്റ്റ് ഈ ഒരു സൈസ് ഫ്രിഡ്ജേ വെക്കാൻ പറ്റുള്ളൂ. ഇച്ചിരിയും കൂടെ വലിയ ഫ്രിഡ്ജാണെന്ന് വെച്ചാൽ എന്തായാലും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ മൊത്തം സാധനങ്ങൾ കുത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഓവനുണ്ട്. ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മൾ ഏർക്കാട് പോയപ്പോൾ മേടിച്ച് വന്നിട്ടോ. ഇത് ഇതൊരു ഭംഗിക്ക് വെക്കാം. അത്യാവശ്യം എന്തെങ്കിലും വെക്കണമെങ്കിലൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ സ്റ്റൗ, ഗ്രൈൻഡർ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാഷ് ബേസിൻ പറഞ്ഞപ്പോൾ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മറ്റേ ഓർഡർ ചെയ്താണ് കേട്ടോ. ആ ഒരു ഷോപ്സിയിൽ ഓഫർ എന്ന് പറഞ്ഞില്ല ആ സമയത്ത്. അതും ഇതും കൂടെ മേടിച്ചതാണ്. മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റി ഇപ്പോൾ ഗ്ലാസ് വെച്ചു. ഓരോന്ന് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ കിച്ചൺ നമ്മൾക്ക് കുറച്ച് ചെറുതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നത് കിച്ചണിൻ്റെ. അപ്പോൾ ഇവിടെ കേട്ടോ ഞാൻ പാത്രങ്ങളും വെക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഗ്യാസ് പൈപ്പ് ലൈനാണ്. അങ്ങനെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ സ്നാക്സ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സർ ഇനി ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ് പ്ലേറ്റ്സ്, കുഞ്ഞ് പ്ലേറ്റ്സ് വെക്കാം. വലിയ പാത്രങ്ങൾ. പിന്നെ ഇവിടെ തേങ്ങ വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇത്രയും തേങ്ങകൾ ഇപ്രാവശ്യം കാറിലല്ലേ വന്നത്. അപ്പോൾ കുറേ തേങ്ങ എടുത്തു.
ഇവിടെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഇപ്രാവശ്യം മേടിച്ചാണ്. ഇതിന് മുന്നേ ഞാൻ ഒരു പ്ലേറ്റ് പോലെ ഈ സൈഡായിരുന്നു വെക്കുന്നത്. അപ്പോൾ ഈ സൈഡ് മൊത്തം ഒരു വൈറ്റ് കളർ പോലെ വന്നിട്ട് ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വെച്ചതിന് ശേഷം കുറച്ച് നമുക്കൊരു പണി ചെയ്യുമ്പോഴും എല്ലാം കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് എടുക്കുകയും ചെയ്യാം, ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ വെക്കാം. അടിയിൽ പ്രസ് ചെയ്ത് വെക്കാമല്ലോ കേട്ടോ. സ്ഥലം കിട്ടി. അങ്ങനെ ഇന്ന് നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മലയാളത്തിൽ എനിക്ക് കലണ്ടർ, അടുക്കളയിൽ കലണ്ടർ നിർബന്ധമാണ് കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് കിച്ചണിലൊരു കലണ്ടർ അത്യാവശ്യമാണ്. അപ്പോൾ കലണ്ടർ എന്തായാലും വേണം. ഞാൻ ബാൽക്കണിയാണ്, തുണികളൊക്കെ കഴുകിയിട്ടതേ ഉള്ളൂ. വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ. ഇവിടെ പിന്നെ കുറേ സാധനങ്ങളായതുകൊണ്ട് കാണിക്കുന്നില്ല. ഇവിടെ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് എടുക്കാനുള്ള കുറച്ച് സാധനം, കടുക്, ജീരകം, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. കുറച്ചുള്ള സാധനങ്ങൾ ഇവിടെ വെക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. മാഗി, നമ്മൾ വലിയ വലിയ പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വെക്കും. ഇങ്ങനെ ഈ 2 ബോക്സിൽ ഇടുമ്പോൾ നമുക്ക് കുറേ സ്ഥലം ലാഭിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിലിട്ട് വയ്ക്കാറുണ്ട്. അത്യാവശ്യം കുറച്ച് വേണ്ടതൊക്കെ അവിടെ വയ്ക്കും. അതുപോലെ ഇവിടെയും കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കൊട്ടി വെക്കുകയാണെങ്കിൽ എടുക്കാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കും. പിന്നെ അരി സാധനങ്ങളൊക്കെ ഈ സൈഡ് വയ്ക്കും. എവിടെയും പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഈ ഉപ്പ് പാത്രം ഇപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ. ഇതിന് മുന്നേ ഒരു വൈറ്റ് ആയിരുന്നു. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രാവശ്യം വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ ഞാൻ പനിക്കൂർക്കയുടെ വെച്ചിട്ടുണ്ട് കിച്ചണിൽ. കുറേ ദിവസങ്ങളായി, വാടിയിട്ടില്ല കേട്ടോ. അത് പനിക്കൂർക്ക കിച്ചണിൽ വെക്കും. പിന്നെ ഇത് ഭംഗിക്ക് ഞാൻ ഉപയോഗിക്കാറില്ല, സംഭവം ഉപയോഗിക്കാറില്ല. വെറുതെ ഒരു ഭംഗിക്ക് തൂക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോം ടൂർ എന്ന് പറയാൻ മാത്രം അത്രയ്ക്ക് വലിയ സംഭവങ്ങളൊന്നുമല്ല. എന്നെക്കൊണ്ട് അറിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരെ ഡീറ്റെയിലായിട്ട് പറയാൻ അറിയുന്നില്ല, എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ.